നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമേ, ഞാനേ ഇവിടൊക്കെ ഒന്ന് ഒതുക്കി വെക്കാന്ന് വെച്ചു. കുടുംബശ്രീന്നൊരു ലോൺ എടുത്തിട്ട് ഒരു തയ്യൽ മെഷീൻ വാങ്ങാന്ന് വെച്ചു. അതിവിടെ വെക്കാനാ. നല്ല കാര്യമാണല്ലോ. മോള് വളർന്നവരല്ലേ ശ്യാമേ, ചെലവ് കൂടി വരിക. അപ്പോ ചുറ്റുവട്ടത്തുനിന്ന് കിട്ടുന്ന ഡ്രസ്സ് തയ്ച്ചു കൊടുക്കാം. എനിക്കെന്തെങ്കിലും ഒരു വരുമാനം ആവുമല്ലോ, അല്ലാതെ പറ്റില്ല. അത് നല്ല ഐഡിയ തന്നെയാ. പിന്നെ നീ മധുര കൃഷ്ണന്റെ മുന്നിൽ പാടാൻ പോയതും വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് ഇന്നാ. ഇടയ്ക്ക് ആ ചേച്ചിയൊന്നും വിളിക്കാനുള്ള സാവകാശം ഉണ്ടായില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അവിടെ നിന്റെ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് അവരുടെ ദുഃഖം കാണാം, അല്ലാതെന്താ? എന്തായാലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാതെ സത്യം തിരിച്ചറിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്റെ കണ്ണിന് ഇത്ര പെട്ടെന്ന് സത്യം പുറത്തു കൊണ്ടുവന്നേ. ഇതിന്റെ പിന്നില് ആ അരുന്ധതി മോളുവാണെന്നാ എന്റെ ബലമായ സംശയം. അവര് രണ്ടാളും പുറകെ നടന്ന് നിന്നെ ദ്രോഹിക്കല്ലേ? വിസ്മയ എന്നെ കൊണ്ട് പാടിക്കാൻ വീട് വരെ വന്നിരുന്നു. ദേഹം തളരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ഷോ ഒക്കെ കാണിച്ചു. ഞാനും അവൾക്ക് കണക്കിന് കൊടുത്തു തന്നെ വിട്ടെ. അതിന്റെയൊക്കെ വാശി അവൾക്ക് അവളുടെ അമ്മയ്ക്കും കാണും. പിന്നെ ഒട്ടും സംശയം വേണ്ട, ഇതിന് പിന്നിൽ ആ അമ്മയും മോളും തന്നെയാ. ശ്യാമെ, പോലീസിലൊരു സൂചന നൽകുന്നത് നല്ലതാ. അവരാ വഴിക്ക് അന്വേഷിച്ചോളൂ. ഒന്നും വേണ്ട ചേച്ചി. ആരായാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം സാക്ഷാൽ കണ്ണൻ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് കൊടുത്തോളൂ. അതിൽ സംശയമില്ല. നാളെ ആ ബർത്ത്ഡേ ഫംഗ്ഷൻ. അച്ഛൻ നേരിട്ട് വന്ന അഖിൽ സാറിനെ എന്നെ ക്ഷണിച്ചത്. ബർത്ത്ഡേ പാർട്ടി എവിടെയാന്ന് എനിക്ക് മനസ്സിലായി. ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് പോയതിന്റെ വിഷമം രണ്ടാൾക്കും ഇതുവരെ മാറിയിട്ടില്ലല്ലോ. തറവാട്ടിൽ പിറന്ന റിച്ചായ നല്ല എഡ്യൂക്കേഷനുള്ള 3 പെൺകുട്ടികളുടെ ഫോട്ടോയാ ഇത്. ഈ 3 പേരിൽ ആരെയാ എന്റെ അഖയ്ക്ക് ഇഷ്ടായ ആ ആളെ ഇവന് തിരഞ്ഞെടുക്കാം. ശ്യാമേ, പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അങ്ങനെ ആവാതെ സൂക്ഷിച്ചു. ഞാൻ ശ്യാമയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വസുന്ധരാമയുടെ സ്വഭാവം അങ്ങനെ, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പൊ എന്ത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നത്. അച്ഛനെ വിഷമിപ്പിക്കാൻ വയ്യ, അതുകൊണ്ടാ. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് അച്ഛൻ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുമോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.